അപ്പോൾ ഇതാണ് നമ്മുടെ നോക്കിയയുടെ 130 എന്ന് പറഞ്ഞ മോഡൽ. ഇത് ആക്ച്വലി എന്നോട് കുറേ പേര് ചോദിച്ചു, അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫോൺ ഏതാണ്, അതായത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യണം എന്നാലും അധികം പ്രശ്നമൊന്നുമില്ലാത്തൊരു ഫോൺ ഏതാണ് എന്ന് നോക്കി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു നോക്കിയ 130 കുറിച്ച് അറിയുന്നത്. ഈ ഒരു ഫോണിൻ്റെ റേറ്റ് വരുന്നത്, ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1679 റുപ്പീസാണ്. ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, എന്നാലും 2000 റുപ്പീസ് താഴെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ നോക്കിയ 130 എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ക്യാമറ, ബ്ലൂടൂത്ത് ഉണ്ട്, 25 ഡേയ്സ് സ്റ്റാൻഡ് ബൈ ടൈം ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഉള്ള ആ ഒരു ഫോൺ തന്നെ നോക്കാം. സോ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു, വീണ്ടും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തിരിച്ച് ഞാൻ ബോക്സ് എടുത്ത് വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ നോക്കിയയുടെ ഈ ഒരു ഫോൺ. കൂടാതെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇയർഫോണാണ്. നമ്മുടെ ഈ ഒരു നോക്കിയയുടെ തന്നെ ഇയർഫോണാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ചാർജറും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്കൊരു യൂസർ ഗൈഡും കിട്ടുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കൊരു ബാറ്ററിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ബേസിക്കായിട്ടും ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചാർജർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ നോക്കിയയുടെ എല്ലാ ഫോണുകളുടെയും കൂടെ പണ്ട് കിട്ടിയിരുന്ന ചാർജറിൻ്റെ ആ സെയിം ഷേപ്പാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇത് ആക്ച്വലി ഒരു 500 mAh ഒരു 5 വോൾട്ട് ചാർജറാണ്. ഇത് ഒരു മൈക്രോ USB ചാർജറാണ്. നമ്മുടെ നോർമൽ ഫോൺ ചാർജ് ചെയ്യുന്ന സെയിം മൈക്രോ USB ചാർജറാണ്. പിന്നെ ഇയർഫോൺസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇയർഫോൺസിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം എന്താ പറയുക ഒരു ഡീസൻ്റ് ആയിട്ടൊരു ക്വാളിറ്റിയാണ്. പക്ഷേ പെട്ടെന്ന് ഈ ഒരു ഇയർഫോൺസ് കേടാവും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയ രീതിയിലൊരു ക്രാക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വയർ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഒരു വയർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയാലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ക്രാക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഇയർഫോൺസ് കേടാവും. പക്ഷേ എനിക്ക് ഈ ഒരു ഇയർഫോണിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റിയാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആ സമയത്ത് എനിക്ക് മൈക്ക് ഉണ്ടായല്ലോ. സോ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു നോക്കിയയുടെ ഈ ഒരു മൈക്രോഫോണാണ്. ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം തന്നെ യൂസ് ചെയ്യും. അപ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റിയിൽ മാത്രം ഈ ഒരു ഇയർഫോൺസ് അടിപൊളിയാണ്. ഇനി അടുത്തത് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഒരു 1020 mAh ഒരു ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ ഒരു ഫോണിനെ തന്നെ നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. നല്ല രീതിയിൽ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങൾക്കുള്ളൊരു ഫോണാണ്. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 3.5 mm ജാക്ക് കിട്ടും, ഒരു ഫ്ലാഷ് ലൈറ്റ് കിട്ടുന്നുണ്ട്, നോർമൽ മൈക്രോ USB പോർട്ട് കിട്ടുന്നുണ്ട്. പുറകിൽ നിങ്ങൾക്കൊരു VGA ക്യാമറയും അതിൻ്റെ അടിയിൽ തന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും കൂടെ കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അവരൊരു ബമ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്പീക്കർ ഗ്രില്ലിൽ. അത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഫോൺ വയ്ക്കുമ്പോഴൊക്കെ ആ ഒരു സ്പീക്കർ കവറായി പോകാതിരിക്കാൻ വേണ്ടിയാണത്. അതേപോലെ നോക്കിയയുടെ ബ്രാൻഡിങ് ഉണ്ട്. താഴെ നോക്കിയാൽ ഇവിടെ വേറെ ഒന്നുമില്ല. ഫ്രണ്ട് സൈഡ് നോക്കുവാണെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് മൈക്രോഫോൺ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇയർ പീസ് വരുന്നത്. അതേപോലെ നമ്മുടെ ബട്ടൺസും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾക്കിനി ഇതിലേക്ക് ബാറ്ററി ഇടാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് താഴെ ചെറിയൊരു ഹോൾ പോലെ കാണുന്നുണ്ട്. അത് നിങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവുന്നതായിരിക്കും. ആക്ച്വലി എൻ്റെ കയ്യിലുള്ളത് ഡ്യുവൽ സിം വേരിയൻ്റ് ആണ്. ഇതിൻ്റെ 2 വേരിയൻ്റ് ഉണ്ട്, 130 130DS. DS ആണ് ഡ്യുവൽ സിം വേരിയൻറ്റ്. സിംഗിൾ സിം ഉള്ള വേരിയൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വേറൊരു കാര്യം കൂടി നോക്കുവാണെങ്കിൽ ഇതിൽ മൈക്രോ SD സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഏകദേശം 32 GB വരെയാണെന്നാണ് എനിക്ക് മൈക്രോ SD ഇടാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 16 GB ഒരു മൈക്രോ SD കാർഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നോക്കിയയുടെ പഴയ ആ ഒരു ട്യൂൺ കേൾക്കാൻ പറ്റും. ഇപ്പോൾ ക്ലോക്ക് നമ്മളോട് ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ഡേറ്റ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കിവിടെ നമ്പർ പാഡിൽ ഒരു ലൈറ്റിങ് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു നമ്പർ പാഡ് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു കളർ ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു കളർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു നോക്കിയ ഫോണിൽ കാണുന്ന എല്ലാം തന്നെ ഈ ഒരു മെനുവിൽ കാണാൻ പറ്റും. കോൺടാക്ട്സ് ആയാലും ക്ലോക്ക് ആയാലും പിന്നെ ഇതിൽ FM റേഡിയോയുടെ സപ്പോർട്ടും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ ടെക്സ്റ്റ് മെസ്സേജസ്, മ്യൂസിക് പ്ലെയർ. ഇപ്പോൾ നമ്മൾ മ്യൂസിക്കൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ മെമ്മറി കാർഡിലുള്ള സോങ്ങുകളെല്ലാം തന്നെ ഈ ഒരു മ്യൂസിക്കിൽ ലോഡ് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ഫോണിൽ ക്യാമറ കിട്ടുന്നുണ്ട്. ഗെയിംസ്, നമ്മുടെ പഴയ നോക്കിയയുടെ ഗെയിംസ് ഒക്കെ അതിലുണ്ട്. നമ്മുടെ സ്നേക്ക് ഗെയിം നമ്മൾ നോക്കുവാണെങ്കിൽ സ്നേക്കിൻ്റെ കളർ കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു സ്നേക്കാണ്. പക്ഷേ ഗെയിം ഇപ്പോഴും നമ്മുടെ പഴയ ആ ഒരു സ്നേക്കിൻ്റെ ഗെയിം തന്നെയാണ് ഈ ഒരു ഫോണിലുള്ളത്.
ഇനി വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിൽ സ്നേക്ക് മാത്രമല്ല വേറെയും കുറേ ഗെയിംസൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഗെയിമുകളെല്ലാം ട്രയലാണ്, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. സോ ഈ ഒരു കാലത്ത് ആരാണോ ഈ ഒരു ഫോണിലെല്ലാം പൈസ കൊടുത്ത് ഗെയിം മേടിക്കുന്നത്? കൂടാതെ നമ്മൾക്ക് ഗാലറി ഉണ്ട്, അതേപോലെ വീഡിയോസ് ഉണ്ട്, സൗണ്ട് റെക്കോർഡർ ഉണ്ട്. സൗണ്ട് റെക്കോർഡർ വേണമെങ്കിൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് കൊടുത്താൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സൗണ്ട് റെക്കോർഡറിലാണ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ റെക്കോർഡായ ആ ഒരു ഫയലെല്ലാം ഇവിടെ പ്ലേ ലാസ്റ്റ് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ഇതിൻ്റെ സ്പീക്കറിൻ്റെ ആ ഒരു ക്വാളിറ്റി. അപ്പോൾ നിങ്ങളൊരു കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു പ്രകാശം തരുന്നൊരു ഫ്ലാഷ് ലൈറ്റാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ വരുന്നത്. ഇനി നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണിൽ ബ്ലൂടൂത്ത്, ഇതിലുള്ളത് ബ്ലൂടൂത്ത് വേർഷൻ 3 ആണ് കേട്ടോ. ഞാൻ ബ്ലൂടൂത്ത് ഈ ഒരു ഫോണിൽ സ്വിച്ച് ഓൺ ചെയ്യുവാണ്. ഓക്കെ, ഇപ്പോൾ ബ്ലൂടൂത്ത് ഓണാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് നമ്മുടെ ബോട്ടിൻ്റെ ബോട്ട് 450 എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്സെറ്റാണ്. എൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് ഞാൻ പവർ ഓൺ ബോട്ട് 450 കാണാൻ പറ്റും. ഇപ്പോൾ കണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺസിൽ വരെയും ഈ ഒരു ഫോൺ കണക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫീച്ചർ ഫോൺ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിലുള്ള പാട്ടുകളെല്ലാം ഇതേപോലെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളും ഹെഡ്ഫോൺസും യൂസ് ചെയ്തും കേൾക്കാൻ പറ്റും. അപ്പോൾ അതെന്തായാലും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഫോണിൽ കണ്ടത്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. സോ അതും ഈ ഒരു ഫോണിൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നിങ്ങൾക്ക് സംശയമുള്ളത് ഈ ഒരു ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി ഇപ്പോൾ ഫോൺ വന്നു കഴിഞ്ഞാൽ ശബ്ദം അത്യാവശ്യം കേൾക്കുമോ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് ടോൺ സെറ്റിങ്സിൽ നമ്മൾ റിംഗ് ടോൺ, ഏതെങ്കിലും ഒരു റിംഗ് ടോൺ ഇപ്പോൾ നമ്മൾ വെക്കുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത്രയും നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു ഫോൺ വളരെ യൂസ്ഫുൾ ആകും. ഇനി നിങ്ങൾക്ക് നോക്കാനുള്ളത് ഇതിലുള്ള ക്യാമറയാണ്. ഇനി ഇതിലെ ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ക്യാമറ വെച്ച് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ക്യാപ്ചർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ക്യാപ്ചർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ക്വാളിറ്റി ഒന്നും ഇതിൽ നിന്ന് നമ്മളധികം എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു VGA ക്യാമറയാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഫോട്ടോ മാത്രമല്ല വീഡിയോയും എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീഡിയോ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഓക്കെ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എന്താ പറയുക, ഈ പ്രായമായിട്ടുള്ളവർക്ക് എന്തായാലും ഇത്ര നല്ലൊരു ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എന്നാലും ഫീച്ചർ ഫോണുകളിൽ വെച്ച് നല്ല രീതിയിൽ എനിക്കിതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു ഫുൾ ചാർജ് ചെയ്തത്, ഞാനിപ്പോൾ ഇത് 2-3 ദിവസം മുന്നേ ചാർജ് ചെയ്തതാണ്. ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 4-5 ദിവസം വരെ സുഖമായിട്ടോളും. ഇപ്പോൾ സിം ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1-2 ദിവസം ഉറപ്പായിട്ടും ഈ ഒരു ഫോണിൽ നിന്ന് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. കൂടാതെ ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ സൺലൈറ്റിലൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിളും കൂടെയാണ്. അപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ഒരാൾക്ക് ഒരു ഫോൺ എടുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫോൺ വളരെ നല്ലൊരു ഫോണാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ എന്തായാലും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.